14 വർഷം തന്റെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു KSRTC ബസ് ഒടുവിൽ വീണ്ടും അതേ ബസ് കണ്ടെത്തി അതിലൊരു യാത്രയും. ഇടുക്കി കണയങ്കവയൽ സ്വദേശിയായ അമലു ഷാജിക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷകരമായ നിമിഷമായിരുന്നു. അപ്പോൾ അമലുവിന്റെയും പൊൻകുന്നം കണയങ്കവയൽ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന RRC 200 എന്ന KSRTC ബസിന്റെയും കഥയൊന്ന് കാണാം. കുഞ്ഞുനാളിൽ നമ്മുടെ ഉള്ളിലെല്ലാം ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മകൾക്ക് പിന്നീട് നമ്മളെപ്പോഴും അയവിറത്ത് അങ്ങനെ പോകുന്നൊരു സാഹചര്യം പിന്നീട് മുതിരുമ്പോഴും ഉണ്ടാവും. അത്തരത്തിൽ ഉണ്ടായ ഒരു ഓർമ്മയെ പിന്തുടർന്ന് ആ ഓർമ്മ വീണ്ടും പുതുക്കിയ അമലു ഷാജിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അതിന് തന്നെ എന്തായിരുന്നു ആ ഓർമ്മയെന്ന് പറയാമോ? എൻ്റെ നാടെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലുള്ള കണയങ്കവയൽ എന്ന് പറയുന്ന സ്ഥലമാണ്. പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ അടുത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് KSRTC മാത്രമാണ് സർവീസ് നടത്താറുള്ളത്. ചെറുപ്പത്തിലൊരു 2ാം ക്ലാസ് സമയം തൊട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു ഈ RRC 200 എന്ന് പറയുന്ന നമ്പറിലുള്ള KSRTC ബസ്. അപ്പം കഴിഞ്ഞ കോവിഡ് സമയത്ത് ഒരു 2021 ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ മാസം വരെ ഈ വണ്ടി ഞങ്ങളുടെ റൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഏപ്രിൽ മാസം ആയപ്പോഴത്തേനും KSRTC ഈ വണ്ടിയെ ഞങ്ങളുടെ റൂട്ടിൽ നിന്ന് പിൻവലിച്ച് റീജിയണൽ വർക്ക്ഷോപ്പ് എടപ്പാളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഡിപ്പോയിലുള്ളവർക്കെല്ലാം അന്ന് ഭയങ്കര വിഷമമായിരുന്നു, ഞങ്ങളുടെ നാട്ടുകാർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഒരു ദിവസം ഈ വണ്ടി CF ടെസ്റ്റിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ പകരം വേറെ വണ്ടി വന്നാലും അതിലെ യാത്രക്കാർ ചോദിക്കും ഞങ്ങളുടെ വണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതുപോലെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടിയായിരുന്നു. അങ്ങനെ വണ്ടി പൊളിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്, കണ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു, കാലാവധി തികഞ്ഞതുകൊണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ KSRTC ഗ്രൂപ്പുകളിൽ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. ഈ വണ്ടിയുടെ നമ്പർ RRC 200 എന്നുള്ള നമ്പർ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ KSRTC തിരൂർ എന്ന് പറയുന്ന പേജിൽ തീരദേശ റൂട്ടിൽ കൂടെ ഓടുന്നൊരു ബസ്സിൻ്റെ ഡീറ്റെയിൽസിനകത്ത് ഈ വണ്ടിയുടെ നമ്പർ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഫോട്ടോയും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ശിവരാത്രിയുടെ അന്ന് അവധിയായിരുന്നു, ബാങ്കിൽ അവധിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വെളുപ്പിന് ഇവിടെ നിന്നൊരു പൊന്നാനി സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിൽ കയറി പൊന്നാനി പോയി. ഈ ബസ്സിൽ കയറി പൊന്നാനിയിൽ നിന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് തിരൂർ, പിന്നെ തിരൂരിൽ നിന്ന് ചങ്കുവെട്ടി വരെ യാത്ര ചെയ്തു. വണ്ടി അന്നും ഇന്നും അതുപോലെ തന്നെ പെർഫോമൻസിനായിട്ടൊരു മാറ്റമില്ല. കഴിഞ്ഞ ദിവസം പോയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങളെപ്പോലെ ഈ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കി നിന്ന് കയറുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ KSRTC പഴയ ബസ്സുകൾ ഈ വർക്ക്ഷോപ്പ് പോകാനൊക്കെ ആയിട്ട് ചെയ്ത് നിലനിർത്താറുണ്ട്. അങ്ങനെ 60 വർഷം പഴക്കമായ വണ്ടികൾ വരെ KSRTCക്ക് ഉണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇതിനെ നശിപ്പിക്കാതെ KSRTC വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും. എന്തായാലും വലിയൊരു ഓർമ്മയാണ് പുതുക്കിയത്. അതോടൊപ്പം അമലു പറഞ്ഞു വയ്ക്കുന്നത് ആ വണ്ടി ഇനിയാണെങ്കിലും അതിനെ നശിപ്പിക്കാതെ ഏതെങ്കിലും തരത്തിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ആവശ്യമാണ്, ആ ഒരു നാട്ടുകാരുടെ ആവശ്യവുമായി അമലുവിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണു പ്രകാശാണ് നമ്മുടെ ഇവിടെ ഉണ്ട്. വിഷ്ണു, ഈ സ്റ്റോറി ഇങ്ങനെ കണ്ടപ്പോൾ, വിഷ്ണുവിന്റെ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കോളേജ് കാലത്തിലേക്കാണ് പോയത്. കൊല്ലം പത്തനാപുരത്തെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിച്ചത്. ആ പത്തനാപുരത്ത് നിന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് മാത്രമായിട്ടൊരു KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. ആ ബസ്, അതിലെ യാത്ര, അതിപ്പോഴും ആ കോളേജിൽ പഠിക്കുന്ന ഓരോരുത്തർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും, എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെയാണ് അമലു പറഞ്ഞ ഓരോ കാര്യങ്ങളും. ഇങ്ങനെ മനസ്സിൽ കൂടെ പോവുകയായിരുന്നു എനിക്കും ആ ബസ്സിലെ യാത്രയും ആ അനുഭവമൊക്കെ. ഈ രീതിയിലാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും, അത് വീണ്ടും കാണാൻ തോന്നും. ഇപ്പോൾ അമലുവിനെ സംബന്ധിച്ച് ആ ബസ് അതേപോലെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നടപടികൾ ഉണ്ടാകണം എന്നൊക്കെ ആശിക്കുമ്പോൾ, കേൾക്കുമ്പോൾ പോലും ഒരു സന്തോഷം തോന്നും. അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടല്ലോ. നമുക്കെല്ലാവർക്കും ചെറുപ്പത്തിലൊക്കെ ഒരു അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട വ്യക്തിയൊക്കെ ഉണ്ടാവും. അവരെ പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം കാണാതെയായി, പിന്നീട് വളർന്ന് നമ്മളൊരു പ്രായം കഴിയുമ്പോഴത്തേനും അവരെ തിരിച്ചു പോയി കാണുകയും അവരുമായി സന്തോഷം പങ്കുവയ്ക്കുന്നതെല്ലാം വാർത്തകൾ വന്നിട്ടുമുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത്. അത്തരത്തിൽ ഈ അമലുവിന് പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു ഈ RRC 200 KSRTC പൊൻകുന്നം ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ആ ഒരു KSRTC ബസ്. അമലുവിന് മാത്രമല്ല, അമലുവിൻ്റെ പ്രദേശമായ കണങ്കവയലിലെ ആളുകൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു. കാരണം അവിടേക്ക് ഈ യാത്രാ സൗകര്യത്തിനൊക്കെ ആയിട്ട് അവർക്ക് മറ്റു വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു KSRTC ബസ്സിനെ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു ആ പ്രദേശത്തുള്ളവരുടെ. പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് കണങ്കവയൽ പ്രദേശത്തേക്കായിരുന്നു ഈ ബസ്സിൻ്റെ പ്രധാനമായിട്ടുള്ള യാത്രകൾ. അപ്പോൾ ആ ഭാഗത്തെ ആളുകൾക്ക് അവർക്ക് ടൗണിലേക്ക് പോകാനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആയാലും വിദ്യാഭ്യാസത്തിനും മറ്റും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച ഒരു വാഹനം കൂടിയായിരുന്നു ഈ RRC 200 എന്ന് പറയുന്ന KSRTC ബസ്. പിന്നീട് 2021 ആ ബസ്സിൻ്റെ കാലാവധി പൂർത്തിയായിട്ട് KSRTC അത് എടപ്പാളിലുള്ള അവരുടെ റീജിയണൽ ഓഫീസിലോട്ട് പൊളിക്കാനായി മാറ്റുകയായിരുന്നു. അന്നൊക്കെ
അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പോകുമ്പോഴൊക്കെ ഈ ഡിപ്പോയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ആളുകൾക്കാണെങ്കിലും ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല, ബസ് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ അമലുവിനെ സംബന്ധിച്ച് അമലു KSRTC ബസ്സിനോടും ഇതിനോടൊപ്പം തന്നെ ആ ഒരു കാലയളവിലോട് തന്നെ ചെറുപ്പകാലം മുതലേ സ്കൂളിലെല്ലാം പോകുന്നതും അവിടെ ടൗണിലെ ആവശ്യങ്ങൾക്കെല്ലാം പോകുന്നതും ഈ KSRTC ബസ്സുമായിട്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ KSRTCയുമായി അമലുവിനൊരു ആത്മബന്ധം വളരുകയും പിന്നീട് KSRTCയുടെ ഫേസ്ബുക്ക് പേജുകളിലെല്ലാം സജീവമാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ബസ്സിൻ്റെ എന്താണ് ഇപ്പോഴത്തെ ബസ്സിൻ്റെ ഒരു കണ്ടീഷൻ, ആ ബസ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു കൗതുകം അമലുവിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അമലു KSRTCയുടെ ഈ ഫേസ്ബുക്കിലെല്ലാം ഈ ബസ്സിനെ തിരയാൻ ആരംഭിച്ചത്. പിന്നീട് 2024 അവസാനത്തോടെയാണ് ഈ RRC 200 എന്ന ബസ് മലപ്പുറം തിരൂർ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. പിന്നീട് അത് കണ്ടെത്തി അത് ഏത് ഡിപ്പോയിലാണ്, ഏത് സർവീസാണ് നടത്തുന്നതെല്ലാം അറിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ദിവസം അമലു തൻ്റെ യാത്ര, ഈ ബസ് തേടിയുള്ള യാത്ര തിരൂരിലേക്ക് നടത്തുന്നതും പിന്നീട് ആ ബസ്സിലെത്തി ആ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം റീകളക്ട് ചെയ്യുന്നതെല്ലാവരും അങ്ങനെയാണ്. ആ ബസ്സിൽ എത്തിയപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഇത്രയും കാലവും തങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും അതിനുവേണ്ടി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും അത് വലിയൊരു കാര്യം തന്നെയാണ്. ശരി വിഷ്ണു.